വെൽക്കം ടു ജാൻസ് ഹെൽത്ത് ആൻഡ് ലൈഫ് സ്റ്റൈൽ. ഐ എം ഡോക്ടർ ജുനീർ, നാച്ചുറോപ്പതി യോഗ ഫിസിഷ്യൻ. സയൻസ് ബാക്ക്ഡ് ആയിട്ടുള്ള നാച്ചുറൽ റെമഡീസിനെ കുറിച്ച് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു റിയൽ കേരള സ്റ്റോറിയെ പറ്റിയിട്ടാണ്. അതായത് നമ്മുടെ കേരളം എന്ന് പറയുന്നത് സാക്ഷരതയിലും അതുപോലെ ആരോഗ്യ മേഖലയിലൊക്കെ രാജ്യത്ത് മുൻപന്തിയിലാണ് നിൽക്കുന്നത്. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ICMRൻ്റെ ഒരു സ്റ്റഡിയിൽ പറയുന്നത് കുടവയർ ഏറ്റവും കൂടുതലുള്ള ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അത് കേരളത്തിലാണ് ഏറ്റവും കൂടുതലുള്ളത് എന്നാണ്. അപ്പോൾ എന്താണ് ഇത് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, മലയാളികൾക്ക് എന്താണ് ഇങ്ങനെ വരാനുള്ള കാരണം എന്നൊക്കെ നമുക്ക് നോക്കാം. കുടവയറിന് പൊതുവെ നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് അമിതവണ്ണം, ഒബേസിറ്റി എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഒബേസിറ്റി ആണ് നമ്മൾ കണക്കാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ BMI ആണ് നോക്കാറുള്ളത്, ബോഡി മാസ് ഇൻഡെക്സ്. അത് പൊതുവെ 30ൻ്റെ മുകളിൽ കൂടിയാൽ കഴിഞ്ഞാലേ നമ്മൾ അതിനെ ഒരു ഒബേസിറ്റി ആയിട്ട് കണക്കാക്കാറുള്ളൂ. പക്ഷേ കുടവയറുള്ള ഒരു വ്യക്തിക്ക് BMI 30ൻ്റെ മുകളിൽ ആവണം എന്നില്ല. ഇതെന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ വയറിൻ്റെ ഉള്ളിലുള്ള ഓർഗൻസിൻ്റെ ചുറ്റുമായിട്ടുള്ള വിസറൽ ഫാറ്റ് കൂടുക ചെയ്യുന്നത്. ചിലപ്പോൾ കൈയും കാലൊക്കെ ഒന്ന് മെലിഞ്ഞിട്ടായിരിക്കും നിൽക്കുക, ചെസ്റ്റൊക്കെ മെലിഞ്ഞിട്ടായിരിക്കും ഇരിക്കുക. പക്ഷേ വയറിൻ്റെ ഭാഗത്ത് മാത്രം ഈ ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ട് മുന്നോട്ട് ചാടി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന അവസ്ഥയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പ്രമേഹത്തിനുള്ള സാധ്യത കൂട്ടുന്നു, നമ്മുടെ ഇൻസുലിൻ്റെ റെസിസ്റ്റൻസ് കൂട്ടുന്നു, കോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആക്കുന്നു, ഹൃദ്രോഗങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കൂട്ടുന്നു. മെലിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും വയറിൻ്റെ ഉള്ളിൽ ഒരുപാട് ഫാറ്റ് ഉണ്ടെങ്കിൽ ഹൃദ്രോഗം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ നമ്മുടെ മെറ്റബോളിക് ഹെൽത്തിനെ അത് ബാധിക്കുന്നുണ്ട്. ഫാറ്റി ലിവർ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുന്നുണ്ട്. ഇനി കേരളത്തിലൊരു ഭക്ഷണക്രമം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, ഇതുപോലെയാണ്. അരിയാഹാരങ്ങളും മറ്റ് കാർബോഹൈഡ്രേറ്റ് ആഹാരങ്ങളും കൂടുതലായി കഴിക്കും. പ്രോട്ടീനും കൊഴുപ്പുകൾ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളും അതുപോലെ ഫൈബർ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളൊക്കെ കുറവായിരിക്കും. രാവിലെ തൊട്ട് ഈവനിങ് വരെ ഇതുപോലുള്ള ഒരു ആഹാര രീതിയാണ് നമ്മളുള്ളത്. അതാണ് ഏറ്റവും വലിയ അതിൻ്റെ ഒരു പ്രശ്നം, കാർബോഹൈഡ്രേറ്റ് ഏറ്റവും കൂടുതലായി എടുക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഈ കാർബോഹൈഡ്രേറ്റ് രക്തത്തിലുള്ള ഷുഗറിൻ്റെ അളവ് കൂട്ടുകയാണ്. ശരീരം അതിനെ കൺവേർട്ടാക്കി നമ്മുടെ ഓർഗൻസിൻ്റെ ചുറ്റും ശേഖരിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അതിനപ്പുറമായിട്ട് ഈ ഒരു അമിതമായിട്ടുള്ള ഈ ആഹാര രീതിക്കപ്പുറമായിട്ട് ഈ മാറിയ ജീവിതശൈലിയും കൂടിയുണ്ട്. മലയാളികൾ ഇപ്പം പൊതുവെ ഇരുന്നു കൊണ്ടുള്ള ജോലികളാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ശാരീരിക അധ്വാനം കുറഞ്ഞു. നമുക്കൊക്കെ ട്രാൻസ്പോർട്ടേഷൻ ഏറ്റവും ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ആളുകളാണ് ഇന്ത്യയിൽ മറ്റുള്ള ഏതൊരു സംസ്ഥാനത്തേക്കാളും കൂടുതൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇതുപോലുള്ള എല്ലാവിധ കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശാരീരിക അധ്വാനം ഏറ്റവും അധികം കുറഞ്ഞു വരികയാണ്. എന്നാൽ എനർജിക്ക് ആവശ്യമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആഹാരം ധാരാളം നമ്മൾ കൊടുക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ശരീരം ഇത് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണമല്ലോ. അപ്പോൾ സ്റ്റോർ ചെയ്യാൻ ശരീരത്തിൽ നിന്ന് കാണുന്ന ഒരു ഏരിയയാണ് ഈ ഓർഗൻസിന് ചുറ്റുമുള്ള ഫാറ്റ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, മെലിഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഉള്ളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടാനുള്ള സാധ്യത കൂടുതലുണ്ട്. അതിന് ടോഫി എന്നാണ് പറയുന്നത്. അതായത് തിൻ ഔട്ട്സൈഡ് ഫാറ്റ് ഇൻസൈഡ് എന്ന് പറയും, TOFI, ടോഫി. ഈ ഒരു അവസ്ഥ പൊതുവെ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലുള്ള ആളുകളിലൊക്കെ കണ്ടുവരാറുള്ളതാണ്. കാരണം നമ്മുടെ പൂർവികന്മാർ പൊതുവെ ഭക്ഷണക്ഷാമൊക്കെ ഉള്ള കാലഘട്ടത്തിൽ ഒരുപാട് ഈ ആഹാരം കുറവ് കഴിച്ചത് കാരണം അവരുടെ ജനിതകപരമായിട്ടുള്ള ഒരു ഘടനയാണ്. അതായത് ജനറ്റിക്കലി അവർ അഡാപ്റ്റായി പോയതാണ്. നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് കൂടുതലായി ഉൽപ്പാദിപ്പിക്കാൻ സാധ്യതയുള്ള അതിന് കഴിവുള്ള ജനറ്റിക്സ് ഉള്ള ആളുകളാണ് ഈ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലുള്ള ആൾക്കാർ. അതായത് നമ്മൾ ഇന്ത്യക്കാരിലൊക്കെ പൊതുവെ ഉള്ള ഒരു ജീൻ എന്ന് പറയുന്നത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റും അല്ലെങ്കിൽ നമ്മൾ കൊഴുപ്പൊക്കെ കുറച്ച് കഴിച്ചാൽ പോലും ശരീരത്തിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ ഇതിന് കൊഴുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഉൽപ്പാദിപ്പിച്ച് അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം നമ്മുടെ ജീനിൻ്റേതായിട്ടുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിക്കുമ്പോൾ അത് പ്രശ്നം കൂടുതലായി ഗുരുതരമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. പിന്നെ വ്യായാമം, ഈ വയറൊക്കെ ഒന്ന് ചാടി വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്നത് വ്യായാമം ചെയ്ത് ഇന്നോട്ട് എക്സസൈസ് ചെയ്യാൻ പോവുകയാണ്, എല്ലാ ദിവസവും എക്സസൈസ് ചെയ്ത് വയറിനെ 6 പാക്ക് ആക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് എപ്പോഴും നല്ലതായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം വ്യായാമത്തിന് മാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത് മാത്രമല്ല ഒരു പോംവഴി. കാരണം നിങ്ങൾ വ്യായാമം മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വയറ് കുറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം കൂടുതൽ സ്ട്രെസ്ഡ് ആവും. ഈ ഒരു പ്രശ്നത്തിൻ്റെ പിന്നിൽ വ്യായാമത്തിനപ്പുറമായിട്ട് മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ, മെറ്റബോളിസത്തിൻ്റെ തകരാറ് അവിടെ കിടക്കുന്നുണ്ട്. അതിനെ കറക്റ്റ് ചെയ്യാതെ നിങ്ങൾ വ്യായാമം മാത്രം ചെയ്യുന്നത് വഴി ശരീരം കൂടുതൽ സ്ട്രെസ്ഡ് ആവുകയേ ചെയ്യുള്ളൂ. ഇവിടെ ഇൻസുലിനെതിരെ റെസിസ്റ്റൻസ് ബിൽഡപ്പ് ആവുന്നുണ്ട്, ഹോർമോണുകൾ ഇംബാലൻസ് നടക്കുന്നുണ്ട്, മെറ്റബോളിസം കുറയുന്നുണ്ട്. ഇതിനെ
നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അതെങ്ങനെ കറക്റ്റ് ചെയ്യാം? കറക്റ്റ് ആയിട്ടുള്ള ആഹാര രീതിയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മളുടെ ആഹാരത്തിലെ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുക, പ്രോട്ടീൻ ആവശ്യത്തിനുള്ളത് കഴിക്കുക, ഫൈബർ അടങ്ങിയ ആഹാരം കഴിക്കുക, നല്ല കൊഴുപ്പുകൾ കഴിക്കുക, ഹൈലി ഷുഗറി ആയിട്ടുള്ള ആഹാരങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക, പ്രോസസ്ഡ് ആയിട്ടുള്ള ആഹാരങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പൊതുവെ ആരും പറയാത്തൊരു കാര്യമാണ് ഈ പ്രോട്ടീൻ നമ്മൾ കഴിക്കുക എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ പൗഡർ കഴിക്കുക എന്നല്ല പറയുന്നത്. അതുപോലെ ഒരുപാട് നോൺ വെജ് കഴിക്കുക എന്നും ആൾക്കാർ ഇത് ചിന്തിച്ചെടുക്കുന്നുണ്ട്. ശരിക്കും മനസ്സിലാക്കേണ്ടത്, ഈ പ്രോട്ടീൻ കഴിക്കുന്നതിൽ നിങ്ങൾക്ക് ഇപ്പോൾ മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ കറക്റ്റ് ചെയ്യാനാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഈ പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീനാണ്. അതായത് ഈ കടല, പരിപ്പ് പോലുള്ള ആഹാരങ്ങൾ, അല്ലെങ്കിൽ ചില തരത്തിലുള്ള ധാന്യങ്ങളും അത് കൂട്ടത്തിലുണ്ട്. ക്വിനോവ പോലുള്ള ധാന്യങ്ങളും ഒക്കെ ആ കൂട്ടത്തിൽ പെടും. ഇതുപോലൊക്കെയുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത് വഴി കിട്ടുന്ന പ്രോട്ടീനാണ് മെറ്റബോളിസം കറക്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത്. കാരണം അതിലുള്ള ആൻറ്റി ഓക്സിഡൻസും ആൻറ്റി ഇൻഫ്ലമേറ്ററിയും അതുപോലെ നമ്മുടെ കുടലിൻ്റെ ബാക്ടീരിയകളെ പോഷകപ്പെടുത്താൻ പറ്റുന്ന നല്ല ഫൈബേഴ്സുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യാൻ, ഉള്ളിലുള്ള ഇൻഫ്ലമേഷൻ കുറച്ച് മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യാൻ പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീനിലേക്ക് കൂടുതൽ ഷിഫ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പ്രോട്ടീൻ ആവശ്യമാണ്, പക്ഷേ നിങ്ങളുടെ ഓൾറെഡി കുടവയറുണ്ട്, ഗ്യാസ്, ബ്ലോട്ടിങ് ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ കുറച്ച് കാലത്തേക്ക് ഈ നോൺ വെജിൽ നിന്ന് മാറി പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീനിലേക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത് വഴി ശരീരത്തിൻ്റെ മെറ്റബോളിസം പെട്ടെന്ന് റിട്ടേൺ ആവുന്നതായി നമുക്ക് കാണാൻ പറ്റും. നാച്ചുറോപ്പതി ഹോസ്പിറ്റലുകളിൽ വരുന്ന രോഗികൾക്ക് പൊതുവെ ഈ ഒരു ഡയറ്ററി പാറ്റേണിലേക്ക് അവരെ കൊണ്ടുവരാറാണ് ചെയ്യുന്നത്. അതിനർത്ഥം നാച്ചുറോപ്പതിയിൽ പറയുന്നത് നിങ്ങൾ നോൺ വെജ് കഴിക്കാനേ പാടില്ല എന്നല്ല, പക്ഷേ ശരീരത്തിൻ്റെ ഒരു റെസ്റ്റിംഗ് മോഡിലേക്ക്, റിക്കവറി മോഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ആഹാര രീതിയാണ് പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള ആഹാര രീതി. ഇനി മെറ്റബോളിസത്തിൽ ഉറക്കത്തിന് വലിയ പങ്കുണ്ട്. ഉറങ്ങാൻ പറ്റാത്ത ഒരു വ്യക്തിക്ക് ലിവറിൻ്റെ ഫങ്ഷൻ വളരെ കുറവായിരിക്കും. പിന്നെ ശരീരത്തിൻ്റെ ഏറ്റവും റിക്കവറി സ്റ്റേജാണ് ഉറക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉറക്കം കറക്റ്റായി നടക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉറക്കത്തിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നന്നായി ഉറങ്ങാനുള്ള ചില ടിപ്സുകൾ ഞാൻ അതിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് മാനസിക സമ്മർദ്ദം മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. മെൻ്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കോർട്ടിസോൾ എന്ന് പറയുന്നൊരു ഹോർമോൺ ശരീരത്തിൽ ഉയരുമ്പോൾ, ഈ ഹോർമോണിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പിനെ സ്റ്റോർ ചെയ്യുന്ന ഫങ്ഷനാണ് ഇതിനുള്ളത്. അപ്പോൾ ഈ കൊഴുപ്പിനെ സ്റ്റോറും ചെയ്യും, രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടുകയും ചെയ്യും. ഈ ഒരു അവസ്ഥയിലേക്ക് പോകുമ്പം നമ്മുടെ ശരീരത്തിൽ വിസറൽ ഫാറ്റിൻ്റെ അളവ് കൂടും. അപ്പം മെൻ്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻറ്റ്. മെൻ്റൽ ഹെൽത്ത് കൺട്രോൾ ചെയ്യുന്നതിൽ ബെസ്റ്റ് ഓപ്ഷനാണ് യോഗ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മെൻ്റൽ ഹെൽത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ യോഗ ആസനങ്ങളെല്ലാം ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. യോഗയിലുള്ള പ്രാണായാമ ടെക്നിക്കുകൾ ഏറ്റവും ബെസ്റ്റാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രീത്തിങ് എക്സസൈസുകൾ, ടെക്നിക്കുകളൊക്കെ വളരെ ഗുണമുള്ളതാണ്. ഇതേതെങ്കിലുമൊക്കെ ഫോളോ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇനി ഇതിൻ്റെയൊക്കെ ഒരു പരിഹാരം എന്ന് പറയുന്നത് സമഗ്രമായിട്ടുള്ള ഒരു നിലപാടായിരിക്കണം. മനസ്സിലായല്ലോ? അതായത് സമീകൃതമായിട്ടുള്ള ആഹാര രീതികൾ ഫോളോ ചെയ്യുക. പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള ആഹാര രീതികൾ, പ്രോട്ടീനുകൾ ശരീരത്തിന് കൊടുക്കാൻ ശ്രമിക്കുക. കൂടുതലായിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ആഹാരങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. നല്ല രീതിയിൽ ഉറങ്ങുക. അതുപോലെ ചിട്ടയായിട്ടുള്ള എക്സസൈസും കാര്യങ്ങളും ഒക്കെ ചെയ്യുക. മാനസിക സമ്മർദ്ദത്തെ കൺട്രോൾ ചെയ്യുക. ഈ 4 കാര്യങ്ങളും ചെയ്യുന്നതിലൂടെയാണ് ഇഫക്റ്റീവായ രീതിയിൽ നമുക്ക് കുടവയറ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ആരോഗ്യം ആശംസിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയിലൂടെ കാണാൻ ദൂരേക്കും ഗുഡ് ബൈ.